Hi, welcome to yet another Feng Shui video. Feng Shui 2025 സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരുന്ന ജാനുവരി 29 മുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു അല്പം സാവകാശത്തിൽ ആനുവൽ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ് ഷുയി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഓരോ വീഡിയോസും നമുക്ക് ഓരോ ലൊക്കേഷൻസിനെ ബേസ് ചെയ്ത് പറഞ്ഞു പോകാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഓരോ വീഡിയോസും ഓരോ ലൊക്കേഷൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ പോകാം. ഇനി അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് പലർക്കും ജനറലായിട്ട് എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്ന ഒരു ഡൗട്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ക്ലയൻസ് ആണ് മെയിനായിട്ട് ഇത് ചോദിക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി കൺസൾട്ടേഷൻ ചെയ്തു, അപ്പോൾ ഈ പറയുന്ന ആനുവൽ അപ്ഡേറ്റ്സ് ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ട്. അപ്പോൾ നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുമ്പം അതിപ്പോൾ നിങ്ങളുടെ ഓഫീസോ വീടോ ബിസിനസ് സ്ഥാപനമോ ഏതാണെങ്കിലും അവിടെ ഫെങ് ഷുയി കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഫ്ലൈയിങ് സ്റ്റാർ ഫെങ് ഷുയിയുടെ പീരിയഡ് വേർഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആജീവനാന്തം അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിൽ മാറ്റങ്ങൾ വരുന്നില്ല. ഇനി നിങ്ങൾ ആ ബിൽഡിംഗ് മൂന്നിലൊരു ഭാഗം മേജറായിട്ട് പൊളിച്ച് പണിതാൽ മാത്രമേ ആ കാൽക്കുലേഷൻസിന് മാറ്റം വരുള്ളൂ, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ഫ്ലൈയിങ് സ്റ്റാർ ആനുവൽ ഫെങ് ഷുയി എന്ന് പറയുന്നത് എല്ലാ വർഷവും മാറുന്നതാണ്. അതിനെ ഓവർ റൂൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മൾ ഓൾറെഡി നിങ്ങളുടെ വീട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നെഗറ്റീവ് സ്റ്റാർസ് ഒക്കെ വരുന്നത് മെയിൻ ഡോറിൻ്റെ അവിടെയോ അല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അവിടെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മേജർ ലൊക്കേഷൻസിലാണ് നിങ്ങൾക്കത് റെമഡി ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. അതിനുള്ളൊരു പ്രോബ്ലം ഇല്ല എന്ന് പറയാൻ കാരണം നമ്മളിവിടെ ആനുവൽ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ് ഷുയിയുടെ റെമഡീസ് പറയുന്നതൊക്കെ ഒന്നുകിൽ ഇമേജസോ അല്ലെങ്കിൽ പ്രോഡക്ട്സോ ഒക്കെ ആയിരിക്കും. പീരിയഡ് ഫ്ലൈയിങ് സ്റ്റാർ ഫെങ് ഷുയി ചെയ്തിട്ടുള്ളത് മുഴുവനും എലമെൻസിൻ്റെ ബേസിലുള്ള കറക്ഷൻസ് ആണ്. അപ്പോൾ ഇതും കൂടെ ഒരിക്കലും ക്ലാഷ് വരില്ല. അപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള മെത്തേഡ് ഇതിനേക്കാളും പവർഫുള്ളാണ്. അപ്പോൾ ദാറ്റ് ഇസ് ഇറ്റ് കമ്മിങ് ടു ദി ഫ്ലൈയിങ് സ്റ്റാർ ആനുവൽ ഫെങ് ഷുയി അപ്ഡേറ്റ്സ്. അപ്പോൾ 2025 എല്ലാ ബിൽഡിങ്സിൻ്റെയും സെൻട്രൽ വരുന്ന കോമ്പിനേഷനാണ് എല്ലാവരെയും എഫക്റ്റ് ചെയ്യുക. ആ വീട്ടിലുള്ള എല്ലാവരെയും ആ സെൻട്രൽ വരുന്ന നമ്പർ എഫക്റ്റ് ചെയ്യും. സെൻട്രൽ ഈ വർഷം വരുന്നത് നമ്പർ 2 ആണ്. നമ്പർ 2 ആകുമ്പോൾ നമ്പർ 2 റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഹെൽത്ത് ഇഷ്യൂസിനെയാണ്, അല്ലെങ്കിൽ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ആക്സിഡൻസിനെയാണ്. അപ്പോൾ നമുക്ക് സേഫായിട്ട് മുന്നോട്ട് പോകുന്നതിനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിനും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം 5 ബ്ലെസ്സിങ്സ് വൂലു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇമേജ്. ഇതിന് 2 സൈഡുണ്ട് ഈ ഇമേജസിന്. ഈ 5 ബാറ്റ്സും വൂലുവും കൂടെ ചേർന്നിട്ടുള്ളൊരു ഇമേജാണ്. ഈ 5 ബാറ്റ്സ് ഗ്യാദർ ചെയ്യുന്ന സ്ഥലത്ത് 5 ബ്ലെസ്സിങ്സ് ഉണ്ടാകും എന്നാണ് പറയുക. 5 ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഗുഡ് ഹെൽത്ത്, ഒന്ന് ലോഞ്ചിവിറ്റി, ഒന്ന് വെൽത്ത് ലക്ക്, ഒന്ന് ലവ്, ഒന്ന് ഗുഡ് വേർച്യൂസ്. അപ്പോൾ ഈ ഗുണങ്ങളെല്ലാം കൊണ്ടുവരുമെന്ന് പറയും 5 ബാറ്റ്സ്. അപ്പോൾ 5 ബാറ്റ്സും വൂലു എന്തിനാണ് നമുക്കറിയാം, ഹെൽത്ത് ലക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് അതിൻ്റെ മന്ത്രാസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പിക്ചറാണിത്. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും 2 സൈഡും പ്രിൻ്റ് എടുക്കുക. ഒരു A3 സൈസിലോ A4 സൈസിലോ ഒക്കെ പ്രിൻ്റ് എടുത്തിട്ട് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ലാമിനേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലിവിങ് റൂമിൽ അല്ലെങ്കിൽ വീടിൻ്റെ സെൻറ്റർ പോർഷൻ എവിടെയാണോ അവിടെ ഇത് ഡിസ്പ്ലേ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ബെഡ്റൂം ആണെങ്കിൽ അവിടെയും ഇത് വേണമെങ്കിൽ വെക്കാം. ഇനി 4 വെപ്പൺ ആമുലറ്റ് ആണ് അടുത്തതായിട്ട് നമുക്ക് വെക്കേണ്ട ഒരു സംഭവം. ഇതിൻ്റെ ഒരു സൈഡിലുള്ളത് ബാഡ് പ്ലേസസിന് അഗേൻസ്റ്റുള്ള പ്രൊട്ടക്ഷനും അടുത്ത സൈഡിലുള്ളത് 4 വെപ്പൺസ് ആണ്. 4 ഹെവൻലി കിങ്സ്, 4 ഡയറക്ഷനിൽ നിന്നുള്ള 4 ഹെവൻലി കിങ്സ് ഉണ്ട്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഡയറക്ഷനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടുള്ള 4 ഹെവൻലി കിങ്സ്. അപ്പോൾ 4 ഡയറക്ഷനിൽ നിന്ന് വരുന്ന മിസ്ഫോർച്യൂൺസിനെ വാർഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അഗേൻസ്റ്റ് ആയിട്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ 4 വെപ്പൺസ്. അപ്പോൾ നമ്മൾ റോങ് പ്ലേസ് അറ്റ് ദ റോങ് ടൈം ചെന്നാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുക. അതുപോലെ സ്പിരിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഹാംസ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പ്രൊട്ടക്റ്റീവ് ആമുലറ്റ് ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെയും 2 സൈഡ് ഉണ്ട്. ഈ 2 സൈഡും പ്രിൻ്റ് എടുക്കുക, എന്നിട്ട് ഒരുമിച്ച് വെച്ചിട്ട് അത് ഒന്ന് ലാമിനേറ്റ് ചെയ്യിപ്പിക്കുക. 2 രീതിയിൽ ലാമിനേറ്റ് ചെയ്യാം. ഒന്ന് നല്ല വലുപ്പത്തിൽ നേരത്തെ പറഞ്ഞ പോലെ A3 A2 സൈസിലൊക്കെ ലാമിനേറ്റ് ചെയ്തിട്ട് നമുക്കത് ലിവിങ് റൂമിൽ എന്ന് വെച്ചാൽ വീടിൻ്റെ സെൻട്രലായിട്ട് വെക്കണം നല്ലതാണ്. എഗെയിൻ അത് ചെറിയ ഒരു സ്മോൾ സൈസിൽ പ്രിൻ്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്താൽ അതൊരു നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പുറത്തു പോകുമ്പോഴും നമ്മൾ പുറത്തു പോകുമ്പോഴൊക്കെ നമുക്ക് കൈ കൊണ്ട് നടക്കാൻ പറ്റിയ നല്ല ഒരു പ്രൊട്ടക്റ്റീവ് ഇമേജാണ്. അപ്പോൾ ഇനി വളരെയധികം പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു ഇൽനെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഇമേജ് നമുക്ക് എല്ലാവർക്കും അറിയാം, മെഡിസിൻ ബുദ്ധ പിക്ചറും മെഡിസിൻ ബുദ്ധ മന്ത്രയുമാണ്. അപ്പോൾ ഈ ഇതിൽ കാണുന്ന മെഡിസിൻ ബുദ്ധ പിക്ചേഴ്സ് അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള മെഡിസിൻ ബുദ്ധ മന്ത്രാസും നമുക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒന്നുകിൽ അസുഖമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കിടക്കുന്ന ബെഡിൻ്റെ സൈഡിലോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാനായിട്ട് ലിവിങ് റൂം, വീടിൻ്റെ സെൻട്രൽ വരുന്ന ഏത് റൂമാണോ അവിടെ ഇത് പ്രിൻ്റ് എടുത്ത് നമുക്ക് ഫ്രെയിം ചെയ്ത് ഹാങ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ലാമിനേറ്റ് ചെയ്ത് ഹാങ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബേസിക്കായിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വെക്കാവുന്ന കാര്യങ്ങളാണ്. ഇനി ചെയ്യേണ്ട ഒരു കാര്യം, വീടിൻ്റെ സെൻട്രലായിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള മെറ്റൽസ്
വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ നിലവിളക്കോ അല്ലെങ്കിൽ പറ, ഉരുളി അങ്ങനെയൊക്കെയുള്ള മെറ്റലിൻ്റെ ഐറ്റംസ് സെൻറ്ററിൽ എന്ന് വെച്ചാൽ ഒരു 5 കിലോ 10 കിലോ ഒക്കെ വരുന്ന വലിയ ഐറ്റംസൊക്കെ സെൻറ്ററിൽ വെച്ചാലും നമുക്ക് ഈ ഇൽനെസ് ലക്കിനെ പ്രതിരോധിക്കാൻ സാധിക്കും. മറ്റ് ചില സ്റ്റാച്യൂസും പിക്ചേഴ്സും ഉണ്ട്. ഞാൻ ജസ്റ്റ് പറയാം, നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടേ സെൻറ്ററിൽ വെക്കാം ഈ വർഷം ഇൽനെസ്സിനെ ഓവർകം ചെയ്യാനായിട്ട്. ആദ്യത്തേത് മെറ്റൽ ഈഗിളാണ്. മെറ്റലിൻ്റെ ഈഗിൾ, ഇനി മെറ്റൽ ഇല്ലെങ്കിൽ വേറെ ഈഗിളിൻ്റെ സ്റ്റാച്ചു ഏതാണെങ്കിലും കുഴപ്പമില്ല. മെറ്റലിൻ്റെ വൂലു, അതുപോലെ 2 ക്രെയിൻസ്, കൊക്കുകൾ പറക്കുന്ന ചിത്രം, മാനുകളുടെ ചിത്രം, ടോട്ടോയ്സ് ആൻഡ് സ്നേക്കിൻ്റെ ചിത്രം. എന്ന് പറഞ്ഞാൽ സ്നേക്ക് എന്ന് പറയുമ്പോൾ 2025 ഇയർ ഒരു സ്നേക്ക് ഇയർ ആയതുകൊണ്ടാണ് ടോട്ടോയ്സ് ആൻഡ് സ്നേക്ക് പറയുന്നത്. അതുപോലെ മിസ്റ്റിക് നോട്ടും ബാറ്റ്സും ഒക്കെയുള്ള ചിത്രങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് വീടിൻ്റെ സെൻറ്ററിൽ വയ്ക്കുന്നത് ഈ 2025 ഈ വരുന്ന മാസങ്ങളിൽ ഇൽനെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രാവലിലൊക്കെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫും ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫും ഉണ്ടാകുന്നതിനും ഒക്കെ അത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ടിപ്സൊക്കെ മനസ്സിൽ വയ്ക്കാം. ഹാവ് എ വെരി ഫാബുലസ് ഓസം ലൈഫ്. താങ്ക് യു.